സംസാരിച്ചു മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന യാഴൻ കല്യാണം കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം അമിതമായ സ്നേഹവും കരുതലും കാരണം തന്റെ ഭാര്യയായി മൗനയ്ക്ക് സഹിക്കാൻ പറ്റാതെയാവുന്നു. എഞ്ചിനീയർ ആയിരുന്ന യാഴന്റെ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം അവൻ എപ്പോഴും വീട്ടിൽ തന്നെ നിൽക്കുകയും മൗനയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവളെ നിരന്തരം വെറുപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് ഒരു ഇടവേള കിട്ടാനായി മൗന പോണ്ടിച്ചേരിയുള്ള ഒരു പ്രൊജക്ട് ഏറ്റെടുക്കുന്നു. അവനിൽ നിന്ന് വിവാഹമോചനം നേടാൻ വേണ്ടി തന്റെ സഹപ്രവർത്തകനായ റാമുമായി ചേർന്ന് അവൾ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. എന്നാൽ ആ പ്ലാൻ പരാജയപ്പെടുന്നു. മൗന പോണ്ടിച്ചേരിയിൽ എത്തുമ്പോൾ യാഴൻ അവളെ പിന്തുടർന്ന് അവിടെയും എത്തുന്നു. അവിടെ വെച്ച് മൗന മലർ എന്നുള്ളൊരു സൈക്യാട്രിസ്റ്റിനെ പരിചയപ്പെടുന്നു. യാഴനുമായി ഒരു കള്ളപ്രണയം നടിച്ച് തനിക്ക് വിവാഹമോചനം നേടിത്തരാൻ മൗന മലറിനെ സമ്മതിപ്പിക്കുന്നു. യാഴനെ വീട് വിട്ട് പുറത്തിറക്കാൻ വേണ്ടി മലർ അവനൊരു റേഡിയോ ജോക്കിയായി ജോലി വാങ്ങിക്കൊടുക്കുന്നു. അവന്റെ സംസാര രീതി ആളുകൾക്ക് ഇഷ്ടമാവുകയും അവൻ വളരെ പ്രശസ്തനാവുകയും ചെയ്യുന്നു. ഇതോടെ യാഴൻ മൗനയുമായി സംസാരിക്കുന്നത് കുറയുന്നു. എന്നാൽ അവനുമായി കൂടുതൽ അടുക്കുന്ന മലറിന് അവനോട് ശരിക്കും പ്രണയം തോന്നുന്നു. അവൻ മാറിയത് കാണുമ്പോൾ മൗനയ്ക്ക് അവനോട് വീണ്ടും ഇഷ്ടം തോന്നുമെങ്കിലും മലർ തന്റെ പ്രണയം യാഴനോട് പറയുന്നു. തനിക്ക് മൗനയെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ എന്ന് യാഴൻ പറയുന്നു. അവൻ അവളെ റിജക്ട് ചെയ്യുന്നു. എന്നാൽ വിവാഹമോചനം നേടാൻ വേണ്ടി മൗന തന്നോട് ചെയ്ത ചതി മൗനയിൽ നിന്നും തന്നെ യാഴൻ തിരിച്ചറിയുന്നു. ഹൃദയം തുറന്ന യാഴൻ മൗനയിൽ നിന്ന് വിവാഹമോചനം നേടാൻ തീരുമാനിക്കുന്നു. 6 മാസങ്ങൾക്ക് ശേഷം വിവാഹമോചനത്തിനായി ഇരുവരും കോടതിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് മൗന തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കരയുകയും യാഴനോട് തിരികെ വരാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. യാഴൻ അവളോട് ക്ഷമിക്കുകയും അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്യുന്നു.